മാനുവൽ ടി വി കാണുന്നുണ്ട്. നിഷയെ കണ്ടതും അവൻ തല വെട്ടിച്ചു. അവൾ ഡൈനിങ് ഹാളിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. ആ ഞാൻ ദേ ഇപ്പം അങ്ങ് എത്തും, എന്നിട്ട് തീരുമാനിക്കാം. സക്രിയ ഓഫീസിലേക്ക് പോകാനായി വരുന്നുണ്ട്. അവൾ കിച്ചണിലേക്ക് നടന്നു. അവിടെ നിന്നേ. നിഷ പേടിയോടെ അയാളെ നോക്കി. ആ പെണ്ണിനോടൊപ്പം കൂടിയുള്ള ഈ കറക്കം നിർത്തിക്കോ. നിന്നെ കെട്ടാൻ പോകുന്നവൻ ആശുപത്രിയിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്നുണ്ട്. അവിടെ ചെന്ന് അവന് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ വയ്യ അല്ലേടി? കൊച്ചെന്നോട് ചോദിച്ചിട്ടാ പോയത്. പിന്നെ കെട്ടാൻ പോകുന്നവനെന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? വല്യമ്മച്ചിയുടെ ശബ്ദം ഉയർന്നതും സക്രിയയുടെ മുഖം മുറുകി. ആ അത് ഞാൻ മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ മകളായിട്ടാണല്ലോ ഈ ജന്തുവിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അപ്പോൾ എൻ്റെ മകന് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ മകളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാവണം. നിന്റെ ആഗ്രഹം നടക്കില്ല, അത് എൻ്റെ തീരുമാനം. അതേ ഇവിടെ നടക്കൂ. അയാളുടെ വായ അടഞ്ഞു. സെറ്റിയിലിരിക്കുന്ന മാനുവലിനെ നോക്കി. ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കാതെ പഠിക്കണം കേട്ടല്ലോ. ശരി പപ്പ. അവൻ അയാളെ കെട്ടിപ്പിടിച്ചു. പപ്പ പറയുന്നത് ഞാൻ അതുപോലെ അനുസരിക്കും. എനിക്ക് പപ്പ എന്നാൽ ജീവനാ. നേർത്ത ഒരു പുഞ്ചിരിയോടെ സക്രിയ പോയി. നീ ഇങ്ങനെ കാറ്റുപോലെ എവിടേക്കാടാ ചെക്ക ഓടുന്നേ? എൻ്റെ ചേച്ചിയെ കാണാൻ. ചേച്ചിക്കുട്ടി നിഷയുടെ കവിളിൽ വലിച്ചു പിടിച്ചു. പനി മാറിയോ മനൂട്ടാ? വാ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കെട്ടിപ്പിടിച്ച് കിടക്കുകയും വേണം. പപ്പ ഇനി നൈറ്റല്ലേ വരൂ, അതുവരെ പൊളിക്കാം. പ്രായത്തിൽ അവൻ ഇളയതാണേലും നിഷയേക്കാൾ പൊക്കവും വണ്ണവും മാനുവലിനാണ് കൂടുതൽ. വല്യമ്മച്ചി വാത്സല്യത്തോടെ രണ്ടുപേരെയും നോക്കി നിന്നു. കർത്താവേ, ഈ സ്നേഹമെന്നും ഇതുപോലെ നിലനിർത്തി കൊടുക്കണേ. ഇന്നാണ് എഡിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നിഷ കോളേജിലേക്ക് പോയി. മേരിക്കുട്ടിയും നീരജയും അവനെ കിടത്താനുള്ള റൂം ഒരുക്കുവാണ്. എന്ത് പൊടിയാ അല്ലേ ചേട്ടത്തി? ഈ ചെക്കന് ഇതൊക്കെയൊന്ന് അടിച്ചു വാരി ഇട്ടൂടെ? മേരിക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു. റൂമിൽ അങ്ങിങ്ങായി കിടക്കുന്ന തുണികൾ വാരി പെറുക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ പാക്കറ്റ് അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കെട്ടി. നീരജ വെപ്രാളത്തോടെ അത് ഇടുപ്പിൽ ആഴ്ത്തി. ദൈവമേ, ചെക്കന് ഈ പരിപാടിയും ഉണ്ടോ? നിമിഷങ്ങൾ കഴിഞ്ഞതും മുറ്റത്ത് ഒരു ആംബുലൻസ് നിന്നു. സ്ട്രക്ചറിൽ കിടക്കുന്ന എഡിനെ ബെഡിലേക്ക് കിടത്തി. ആ റൂം ഒന്ന് വൃത്തിയാക്കിയില്ലേ? സർജറി കഴിഞ്ഞ കൊച്ച. ഒരു നുള്ളു പൊടി പോലും ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. പുട്ട് ചിക്കൻ കറിയുമായി കുഴച്ച് ഓരോ വലിയ ഉരുള വായിലേക്ക് തിരുകുന്നുണ്ട് സൂസൻ. അത്രയ്ക്ക് ദണ്ണുണ്ടേൽ ഈ തീറ്റി നിർത്തി നീ പോയി ചെയ്യ്. രാവിലെ ആ പിള്ളേര് റൂം ഒതുക്കിയിട്ടിട്ടാ അടുക്കളയിൽ കയറിയത്. കണ്ണിൽ ചോരയില്ലാത്ത ജന്മം, വല്യമ്മച്ചി കലിയോടെ പറഞ്ഞു. അരുണ എഡിനെ കാണാനായി താഴേക്ക് വരുമ്പോൾ ആ റൂം അടഞ്ഞു കിടക്കുന്നു. അകത്ത് സൂസനും നാൻസിയും ജാസ്മിനും എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ഡോറിൽ ചാരി നിന്നു. മമ്മി, ഇത് ചെയ്തത് ഡെന്നിയാ. നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൻ പറഞ്ഞോ? ഇല്ല ആൻറ്റി, പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാ. അവൻ വന്നതിന് ശേഷമാ എഡിന് ആപത്തുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ആദ്യം നെറ്റി പൊട്ടി, ഇപ്പൊ ഇതും. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ മുങ്ങി. നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ കുറച്ച് ബ്ലഡ് കൊടുത്തു എന്ന് വരുത്തി തീർത്തു. അരുണ തല കുലുക്കി ചിരിച്ചു. പാവം, വെറുതെ വിടാം, ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് വെച്ചതാ. പക്ഷേ സമ്മതിക്കില്ല. ചേട്ടനടുത്ത് ഒരു ബെഡ് കൂടി റെഡിയാക്കാം. അരുണ ചുറ്റിനും കറങ്ങി നോക്കിക്കൊണ്ട് നാൻസിയുടെ റൂമിലേക്ക് കയറി. എന്തടുക്കും ചിട്ടയും, ഇതിലാണോ ഇവൾ കിടക്കുന്നത്? ശ്വാസം മുട്ടില്ലേ? അരുണ ആ റൂം ഒന്നാകെ പരതി നോക്കി. ഇരട്ടകളെ പോലെയല്ലേ നടപ്പ്? ഒരടിക്ക് രണ്ടും വീഴണം. നാൻസിയുടെ ചെരുപ്പുകൾ റാക്കിൽ വാരി പെറുക്കി ഇട്ടിട്ടുണ്ട്. ഒരു ഹൈ ഹീൽ ചെരുപ്പ് കയ്യിലേക്ക് എടുത്തു. ഇതിന് നല്ല വില കാണും അല്ലേ? ലഞ്ച് ബ്രേക്കിനെങ്കിലും ഈ സാറിന് ഒന്ന് പുറത്തിറങ്ങിക്കൂടെ? അരുണ ഫോൺ എടുത്ത് ലോക്ക് മാറ്റി. എന്തിന്? നമ്പർ ഇല്ലല്ലോ. എന്നാ പിന്നെ കയറി നോക്കാം. അവൾ കൃഷി ഓഫീസിനകത്തേക്ക് നടന്നു. 2 ലേഡീസ് സ്റ്റാഫും പിന്നെ 2-3 പ്രായം ചെന്ന അമ്മമാരും അവിടെ ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഹരി സാറിനെ ഒന്ന് കാണാൻ. സ്റ്റാഫ്സ് 2 പേരും ചിരിയോടെ അവൻ്റെ റൂം കാണിച്ചു കൊടുത്തു. ഹായ് ഹരി. അവനൊന്ന് ഞെട്ടി, പിന്നെ പുഞ്ചിരിച്ചു. താനെന്താ ഇവിടെ? ഇരിക്ക്. ഹരിക്ക് ഓപ്പോസിറ്റായി ചെയറിലിരുന്നു. അവനെ തന്നെ നോക്കി. എന്താണ്? മാഡത്തിൻ്റെ നോട്ടത്തിൽ പോലും ഒരു പന്തികേടുണ്ടല്ലോ. അത് ഓഫീസിലേക്ക് ഇറങ്ങിയതാ. തിരികെ പോകുമ്പോൾ ഈ ഹരിയെ കാണാൻ ഒരു മോഹം. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഇങ്ങോട്ട് പോന്നു. അവൻ മൂളി കേട്ടതല്ലാതെ ഒന്നും പറയുന്നില്ല. അവൾക്ക് സങ്കടം വന്നു. എന്നാ ഞാൻ പോട്ടെ ഹരി, എനിക്കിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റില്ല അരുണ.
അവൻ ചെയറിൽ നിന്നും എഴുന്നേറ്റു. അരുണയ്ക്ക് മുന്നിൽ ടേബിളിൽ ചാരി നിന്നു. ആഗ്രഹം എന്താണെന്ന് നന്നായിട്ടറിയാം. മരവാഴയല്ല ഞാൻ. അരുണ കള്ളച്ചിരിയോടെ തല താഴ്ത്തി. കേട്ടുല്ലേ? പക്ഷേ അന്നെനിക്ക് അതങ്ങോട്ട് മനസ്സിലായില്ല. ഇന്നലെയെല്ലാം ക്ലിയറായി. അരുണ കുറുമ്പോടെ ചിരിച്ചു. അവളുടെ കണ്ണിലും ചുണ്ടിലും മാറി മാറി നോക്കി. എന്തേ, ചായം തേച്ചില്ലേ? നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കളഞ്ഞു. അവൻ എഴുന്നേറ്റു. അരുണയ്ക്ക് പിന്നിൽ നിന്നു ഇരു തോളിലും കൈകൾ വെച്ചതും അവൾ തല ഉയർത്തി. എന്നാ വീട്ടിൽ വരിക? ദേവിക്കുട്ടി അന്വേഷിച്ചു. ഫോൺ വിളിക്കാൻ എൻ്റെ കയ്യിൽ നമ്പറില്ല, ഹരി പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിരുന്നു, അമ്മയെ കണ്ടു. ഇനി വരുന്നില്ല. അരുണ എഴുന്നേറ്റു. ശരി, സാറിൻ്റെ ജോലി നടക്കട്ടെ, ഞാൻ പോവാ. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു. നാളെ വീട്ടിലേക്ക് വരണം. ഈവനിങ് വന്നാൽ മതി. എന്തിന്? ഞാൻ വരൂല. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലേ. പിന്നെ പലഹാരങ്ങളും കപ്പയും ചക്കയും പയറ് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും എനിക്കതൊന്നും വേണ്ട. പിന്നെന്താണ് മാഡത്തിന് വേണ്ടത്? അവൻ താടി ഒഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു തരാം. വലിയ കഷ്ടമാണ് ഹരി. കൃഷി ഓഫീസറാണ് പോലും. പെങ്ങളും ചേട്ടനും കണക്കാ. ഡെന്നിയുടെയും എൻ്റെയും അവസ്ഥ മറ്റാർക്കും വരുത്തല്ലേ ഭഗവാനെ. ഞാൻ പോവാ. ഇല്ലേൽ മറ്റെന്തെങ്കിലും പറഞ്ഞു പോകും. എൻ്റെ അരുണ നാളെ മറക്കാതെ വരും. ഇല്ലേ? ഒന്ന് പോടാ. എന്തൊക്കെയോ പ്രതീക്ഷിച്ചാ വന്നത്. ഒരു ക്യാമറ പോലും ഇവിടെ ഇല്ല. എന്നിട്ടും നിന്റെ പിന്നാലെ നടക്കുന്ന എന്നെ കുറ്റിച്ചൂലിനടിക്കണം. അവൾ പോയതും ഹരി ചെയറിൽ ചാരി കിടന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ഈ IPS ആള് കൊള്ളാലോ. ഇന്നെന്തായാലും അവൻ വരില്ലായിരിക്കും. ഇത്രയും ലേറ്റ് ആയില്ലേ എന്നും ഇതിന് മുന്നേ വരുന്നതാ. പറഞ്ഞു തീരും മുന്നേ ഹരി കോളേജിന് മുന്നിൽ എത്തിയിരുന്നു. ജെയിംസ് വാനിലേക്ക് കയറി. ഇന്നും പണി നടക്കില്ല അല്ലേ ചേട്ടായി? കൂടെ ഉണ്ടായിരുന്ന സണ്ണി ചോദിച്ചു. നോക്കട്ടെ. ഇല്ലേൽ അവൻ്റെ ജീവനെടുത്ത് അവളെ തൂക്കാം, ജെയിംസ് പറഞ്ഞു. ഹരിയേട്ടാ, ദേ ഇവിടെ നിർത്തിയേ. എന്തിനാ മോളെ? എനിക്ക് ഒരു ഐസ്ക്രീം വേണം. അവൾ ഇറങ്ങി. ഹരിയേട്ടൻ വരണ്ട, കാശ് തന്നാൽ മതി, ഞാൻ വാങ്ങിയിട്ട് വരാം. പേഴ്സിൽ നിന്നും 200 രൂപ എടുത്ത് കൊടുത്തതും നിഷ ബേക്കറിയിലേക്ക് കയറി 2 ബോക്സ് ഐസ്ക്രീമുമായി തിരികെ വന്നു. ഈ 2 എണ്ണം ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനാണോ? തണുപ്പാണ്, ഒരുപാട് കഴിക്കരുത്. ഇതെനിക്കും അരുണേച്ചിക്കുമാണ്. ചേച്ചിക്ക് ബട്ടർ സ്കോച്ച് വലിയ ഇഷ്ടമാണ്. വീട്ടിന് മുന്നിൽ അവൾ ഇറങ്ങി. ഹരിയുടെ കണ്ണുകൾ അവിടെ മാകെ പരതി. കാറില്ലല്ലോ. അരുണ ഇവിടെ ഉണ്ടാവില്ല. ഹരിയേട്ടാ, ദേ ഈ ഒരു ബോക്സ് ദേവി അമ്മയ്ക്ക് കൊടുക്കണേ. ഇത് ഞാനും ചേച്ചിയും മനുവും കൂടി കഴിക്കാം. അത് വേണ്ട മോളെ, അമ്മ ഐസ്ക്രീം കഴിക്കില്ല. ആര് പറഞ്ഞു? ഹരിയേട്ടൻ കൊടുത്തു നോക്ക്. ബൈ, നാളെ കാണാം. ഹരി വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് മലർക്കെ തുറന്നു കിടപ്പുണ്ട്. ഈ പെണ്ണ് വീണ്ടും വന്നോ? അവളെ കാണാൻ എന്നോണം കാലിൻ്റെ വേഗത കൂടി. സിറ്റൗട്ട് കടന്ന് ഹാളിലേക്ക് വന്നതും അരുണ സെറ്റിയിലിരുന്ന് ഇളിക്കുന്നുണ്ട്. ഹരിസാറ് ഓടിയോ? അവൻ കണ്ണുരുട്ടി. താൻ എപ്പോൾ വന്നു? മോള് ഉച്ചയ്ക്ക് വന്നതാ മക്കളെ. ചോറിന് കറിയൊന്നും വലുതായിട്ടില്ലായിരുന്നു. മോൾക്ക് പഴുത്ത ചക്ക വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറമ്പിലിറങ്ങി ചക്കയും വെട്ടി പാകമായ പച്ചക്കറികളെല്ലാം പിച്ചി. നല്ല ചക്കയായിരുന്നു ഹരിസാറേ. തേൻ വരിക്ക. ഹരി അവൾക്ക് മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്കും ടേബിളിൽ നിരന്ന് കിടക്കുന്ന ചക്കക്കുരുവിലും നോക്കി. തല കുലുക്കിക്കൊണ്ട് ബോക്സ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഐസ്ക്രീം ആണല്ലോ, ഈ ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടാ, അരുണ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. നിനക്ക് എല്ലാ ഫ്ലേവറും ഇഷ്ടമാണെന്ന്. പക്ഷേ ഇപ്പം കഴിക്കണ്ട. ചക്ക അത്രയും കുത്തി കയറ്റിയതല്ലേ, വയറ്റിന് പിടിക്കില്ല. അമ്മ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്കൊരു ചായ എടുക്ക്. ഹരി ഗൗരവത്തിലാണ് പറഞ്ഞത്. നീ പോടാ. അവൾ ചുണ്ട് കോട്ടി. അമ്മ അടുക്കളയിലേക്ക് നടന്നു. ഒന്ന് വന്നേ അരുണ, ഒരു സാധനം തരാം. അപ്പോഴേക്കും ഹരിക്ക് മുന്നേ അവൾ റൂമിൽ ഓടിക്കയറിയിരുന്നു. എനിക്കറിയാം, അരുണ നാണത്തോടെ പറഞ്ഞു. എന്ത്? ഒന്നുമില്ല. നീയല്ലേ പറഞ്ഞത് രാവിലെ വന്നതാ, ഇനി വരില്ലെന്ന്? അത് ചുമ്മാ. നാളെ ഈവനിങ് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങി പോന്നു. നാളത്തേത് ഇന്ന് തന്നോ? ഹരി കണ്ണ് കൂർപ്പിച്ചു. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, നീ പൊയ്ക്കോ. പറ്റിച്ചതാണല്ലേ. കെറുവോടെ അവൾ തിരിഞ്ഞു നടന്നതും അരക്കെട്ടിലൂടെ കൈയിട്ട് വലിച്ചടുപ്പിച്ചു. ഹരി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു. നീ IPS തന്നെ ആണല്ലോ അല്ലേ? ഈ കുസൃതിയും സംസാരവും എനിക്കെന്തോ ഒരു സംശയം. എൻ്റെ കുറുമ്പും കുസൃതിയും ആർക്കു മുന്നിലും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിക്ക് ഇഷ്ടാകുന്നില്ലേ? ആയിക്കോട്ടെ, ഇഷ്ടാകുന്നുണ്ട്.
ഷർട്ടിൻ്റെ ബട്ടണുകൾ അവൾ ഇളക്കി മാറ്റി കഴിഞ്ഞതും ഹരി ഞെട്ടിപ്പോയി. നീ എന്തു ചെയ്യാൻ പോവുകടി? പതിയെ അവളുടെ അതരങ്ങൾ നെഞ്ചിൽ അമർന്നതും അവനൊന്ന് വിറച്ചു. അടുത്തായി കിടന്ന ടേബിളിൽ മുറുകെ പിടിച്ചു. അരുണ അപ്പിടി മുഷിഞ്ഞിരിക്കുക. എനിക്ക് വിയർപ്പിൽ നനഞ്ഞു നിൽക്കുന്ന ഹരിയെ പ്രണയിക്കണം. ജീൻസും ഷർട്ടും, ഇതിനേക്കാൾ ആ ലുങ്കിയും ടീഷർട്ടും അത് മതി. എനിക്കതാ ഇഷ്ടം. അവൻ അവളെ വരിഞ്ഞു മുറുക്കി. എന്തോ താൻ പറഞ്ഞ ആ വാക്കുകളിൽ അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് തോന്നിയതും അരുണ തല ഉയർത്തി. ലവ് യു അരുണ. അവനിൽ പ്രണയമാണ്. ആ കണ്ണിലേക്ക് നോക്കി അവൾ പുഞ്ചിരിച്ചു. ഞാൻ പോയി ഫ്രഷായിട്ട് നിനക്കിഷ്ടപ്പെട്ട വേഷത്തിൽ വരാം. എന്താ? മതി. അവൾ അകന്നു മാറി. അരുണ റൂമിൽ നിന്നും പോയതും ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രണയം മാത്രമല്ല, വാത്സല്യവും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയോട് പറയണം. ഹരി വാഷ്റൂമിൽ നിന്നിറങ്ങി. നീ പോയിട്ട് വീണ്ടും വന്നോ? ദേവിയമ്മ ചായ തന്നു വിട്ടു. അയൽപക്കത്തെ ചേച്ചി എന്തോ തയ്ക്കാൻ കൊണ്ടുവന്നു. അവരുടെ അളവെടുക്കുക. അവൻ നിന്ന് പരുങ്ങുന്നുണ്ട്. ഒരു ടവൽ മാത്രമാണ് വേഷം. അവൾ വായ പൊത്തിപ്പിടിച്ചു. ദേ അരുണ, ഇത് ശരിയല്ല കേട്ടോ. യോ എൻ്റെ സാറേ, ഞാൻ ദേ കണ്ണു പൊത്തി. അവൻ പെട്ടെന്ന് സ്റ്റാൻഡിൽ നിന്നും ഒരു ലുങ്കി എടുത്ത് ചുറ്റി. അലമാര തുറന്ന് ടീഷർട്ട് എടുക്കുമ്പോൾ പിന്നിൽ അവളുടെ സാമീപ്യം അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അരുണ. ഹരിക്ക് ചിരിയാണ് വന്നത്. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അലമാരയിലെ തുണിക്കിടയിലേക്ക് പെണ്ണ് പതുങ്ങി. പീലികൾ നിറഞ്ഞ കണ്ണുകൾ വിടരുന്നുണ്ട്. എൻ്റെ അരുണയ്ക്ക് എന്താ വേണ്ടേ? ചോദിച്ചാൽ ഹരി തരുമോ? അവൾ പറയാതെ തന്നെ ആ നേർത്ത കുഞ്ഞതരത്തിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചു. കുറുകലോടെ അവൻ്റെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. കീഴ്ചുണ്ടിനെ മൃദുവായി ചുംബിച്ചുകൊണ്ട് മൊത്തമായി നുണഞ്ഞെടുത്തു. പതിയെ അകന്നു മാറുമ്പോൾ അവൾ കണ്ണുകൾ മുറുകെ അടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഇത് തന്നെയല്ലേ നീ ആഗ്രഹിച്ചത്? ചുവന്ന് കയറിയ മുഖത്തോടെ കണ്ണുകൾ ഉയർത്തി ഹരിയെ നോക്കി. മോളെ അരുണ, ഇങ്ങി വന്നേ. ദേവിയമ്മ വിളിച്ചിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അരു, അമ്മ വിളിക്കുക. ചെല്ലുകണ്ണ. പോകാം, കുറച്ചു നേരം കൂടി ഇങ്ങനെ നിന്നോട്ടെ. ചിണുങ്ങളോടെ അവൾ പറഞ്ഞു. നാളെ നിഷയെ വീട്ടിലാക്കിയിട്ട് ഒന്ന് ബീച്ചിൽ വരൂ. എനിക്ക് ഹരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? ഇവിടെ വെച്ച് ഇപ്പം പറഞ്ഞോ? എന്നെക്കുറിച്ച് നീ അറിഞ്ഞിരിക്കണം. അമ്മയോട് ഹരി എല്ലാം പറയണം. പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ മമ്മിയോട് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഹരിയോട് തോന്നിയ ഇഷ്ടം അത് പറഞ്ഞിട്ടില്ല. വരാം, കേൾക്കാം. പക്ഷേ നമ്മുടെ കല്യാണം നടക്കും. അതോർത്ത് ഈ മനസ്സ് വേദനിക്കരുത് കേട്ടോ. താങ്ക്സ്. അപ്പോൾ ശരി, ദേവിയമ്മയെ കാണട്ടെ. ഹരി, ആ ചായ എടുത്ത് കുടിക്ക്. പിന്നെ ഞാൻ കുറച്ച് കുടിച്ചതാ. തുളസിത്തറയിൽ വിളക്ക് വെച്ച് കഴിഞ്ഞു. നല്ല മഴക്കാറുണ്ട് മോളെ. നാമം ജപിച്ച് എഴുന്നേൽക്കുമ്പോൾ ദേവിയമ്മ പറഞ്ഞു. ഞാനേ ഇന്ന് പോകുന്നില്ലമ്മേ. നാളെ കുറച്ച് ലേറ്റായേ പോകൂ. അതെന്താ? വീട്ടിൽ നിന്നെ അന്വേഷിക്കില്ലേ അരുണ? ഞാൻ ഓഫീസിലാണെന്ന് ഒരു കള്ളം പറഞ്ഞു ഹരി സാറേ. പിന്നെ ഇന്നും നാളെയും ഞാൻ ആ വീട്ടിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അപ്പം ആർക്കെങ്കിലും കെണി വെച്ചിട്ടാവും അവിടെ നിന്നും ഇറങ്ങിയത് അല്ലേ? അരുണ ചുണ്ട് കടിച്ചു പിടിച്ച് തലകുലുക്കി. ദൈവമേ, ആർക്കാടി? കൊല്ലാനാണോ? അമ്മ നിൽക്കുന്നു എന്ന് നോക്കാതെ അവളുടെ തലയിൽ തട്ടി. അതൊക്കെ അവരുടെ വിധി പോലിരിക്കും. ഡെന്നിയെ അവളുമാർക്ക് സംശയം. അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നാളെ രാവിലെ അത് സംഭവിക്കും. അത്താഴം കഴിച്ച് ഹരി കിടന്നു. അരുണ ഉറങ്ങിക്കാണോ? ഇതേവരെ വന്നില്ലല്ലോ. അവൻ ദേവികയുടെ റൂമിലേക്ക് കയറി. അമ്മ. ഹരി പതിയെ. അത് ഉറങ്ങുക, ശല്യം ചെയ്യണ്ട. എനിക്ക് അമ്മ ഒന്ന് വരുമോ? അവൾക്ക് പുതച്ചു കൊടുത്തുകൊണ്ട് അവനൊപ്പം നടന്നു. എന്താ മക്കളെ? അരുണ എന്താ അവിടെ? എൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. പാവം, അമ്മയുടെ ചൂടറിയാത്ത കൊച്ചല്ലേ. കിടന്നതും ഉറങ്ങി. പോലീസുകാരിയാണെന്ന് പറയില്ല അല്ലേ മോനെ? അമ്മ എങ്ങനെ അറിഞ്ഞു? മോൾക്ക് നിന്നെ ഇഷ്ടമാണെന്നും അവൾ പോലീസുകാരിയാണെന്നും പറഞ്ഞു. ഞാൻ മറുപടിയൊന്നും കൊടുത്തില്ല. നിനക്കൊന്നും പിടിക്കില്ലല്ലോ. ഞാനിനി വാക്ക് കൊടുത്തിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞാലോ? എനിക്കിഷ്ടം. ഡെന്നി വന്നിട്ട് കല്യാണം നടത്താം. ദേവിയമ്മയുടെ മുഖത്ത് അതിശയമൊന്നുമില്ല. എന്താ അമ്മ? ഞാനെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കും കൊടുത്തു. ഈ ഹരികൃഷ്ണൻ അരുണയ്ക്കുള്ളതാണെന്ന്. നിന്നെ അവൾക്ക് വലിയ ഇഷ്ടം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഓ പിന്നെ, എന്നേക്കാൾ ഇഷ്ടം ഈ ദേവിയമ്മയാ. അവനിൽ ചെറിയൊരു കുശുമ്പുണ്ട്. അവർ മകൻ്റെ തോളിലേക്ക് ചാരി. നീ അത് തന്നെയല്ലേ ആഗ്രഹിച്ചത്? ആണ്.
അമ്മയ്ക്കൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. സങ്കടത്തിലല്ല, സന്തോഷത്തിൽ. അതെ, 1K ലൈക്കാണ് ചോദിച്ചത്. ഭാഗ്യത്തിന് അതിൻ്റെ നേർ പകുതി തന്നു. സത്യം, സന്തോഷം തന്നെയാണ്. ഇങ്ങനെ ചോദിച്ചാലേ നിങ്ങൾ തരൂ, അതുകൊണ്ടാ ശല്യം ചെയ്യുന്നത്. 1K ലൈക്ക് തരൂലേ, ഒപ്പം കമൻറ്റും. നിങ്ങൾക്ക് ചെയ്തില്ലാത്ത കാര്യമില്ലേ? പിന്നെ ലൈക്ക് ചെയ്യുന്നവരോടല്ല, എനിക്കറിയാം നിങ്ങൾ തരുമെന്ന്. ചിലർ തരില്ല, അതാ ഇങ്ങനെ.